മെൻ്റലിസ്റ്റ് ആദ്യനെ എനിക്ക് 2024 മുതൽ അറിയാം. അത് ഞാൻ ഒരു 27 വർഷമായിട്ട് ഇന്തോനേഷ്യയിൽ താമസിക്കുന്ന ഒരു പ്രവാസിയാണ്. അപ്പം അവിടെ ഞങ്ങളുടെ കേരള സമാജം ഇന്തോനേഷ്യയ്ക്ക് വേണ്ടി ഞങ്ങളൊരു വാർഷിക പ്രോഗ്രാം നടത്താറുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യത്തെ 2024 ഒരു ഷോ ചെയ്തത് ഈ മെൻ്റലിസ്റ്റ് ആദ്യമാണ്. അന്ന് മുതലുള്ള പരിചയമാണ്. പിന്നെ എല്ലാ പ്രാവശ്യം വരുമ്പോൾ വിളിക്കും, ഒരു പേഴ്സണൽ കണക്ഷനായി ഡെവലപ്പ് ചെയ്തു. വരുമ്പം വരാറുണ്ട്, കാണാറുണ്ട്, ഞാൻ അങ്ങോട്ട് പോകാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. ഇപ്പം 2025 ഈ മെൻ്റലിസ്റ്റുകളും നിർമ്മാതാക്കളും ഒക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ബാദുഷയാണെങ്കിൽ ഇപ്പോൾ ഈ പുള്ളിയെ 35 ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയി ഈ പാവത്തിൻ്റെ ഇത് മേടിച്ചുകൊണ്ട് പോയത്. ഇത് തിരിച്ചു ചോദിച്ചപ്പോൾ ഷോ ഇല്ല, മറ്റേതില്ല, മറിച്ചതില്ല എന്നൊക്കെ പറഞ്ഞു. ഒരാൾക്ക് അത്യാവശ്യ സമയത്ത് കടം മേടിക്കുന്നതിന് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അത് മേടിച്ചു കഴിഞ്ഞാൽ അതുപോലെ തിരിച്ച് കൊടുക്കാനുള്ള രീതിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് മേടിക്കാനുള്ള അവകാശം നമുക്കുണ്ട്, കൊടുക്കാനുള്ള അവകാശമുണ്ട്, മേടിക്കാനുള്ള അവകാശവും നമുക്കുണ്ട്. എന്തോ ഒരുമാതിരി മറ്റേ പരിപാടി. 35 ലക്ഷം രൂപ ആ മനുഷ്യൻ ചോര നീരായിട്ട് വിറ്റ കാശല്ലേ. എന്തെങ്കിലും പറഞ്ഞാൽ ഈ മെൻ്റലിസ്റ്റാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ തന്നെ പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് കഴിവുണ്ട്. ഈ മെൻ്റലിസ്റ്റുകളിൽ മെയിനായിട്ടുള്ള ആളുകളെ മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള മെയിൻ കഴിവുണ്ട്. ഇവർ പറഞ്ഞു വായിക്കും ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സൊക്കെ ഉണ്ട്. പോയി ഇദ്ദേഹത്തെ ഒന്ന് ചവിട്ടി താഴ്ത്താമെന്ന് ഓർത്തു. ഈ പാവത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആരുടെ എങ്കിലും നമ്മളൊരു 10 രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് കൊടുത്തേക്കണം. അധികം കടം മേടിക്കാതിരിക്കണേ നല്ലത്. ഈ കടം മേടിക്കാതിരിക്കണേ അധികം നല്ലത്. അത് ഇത്രയും വലിയ തുകയൊക്കെ പിടിച്ചിട്ട് 35 ലക്ഷം തിരിച്ചു ചോദിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യനാകുമ്പോൾ നേരത്തെ മൈൻഡ് ഡൗൺ ആവും. അങ്ങനെ ആ ഒരു ഏരിയയായി പോയതാണ് ഈ ചടങ്ങ്. തീർച്ചയായിട്ടും മെൻ്റലിസ്റ്റ് ആദ്യമാണെങ്കിലും ആരാണെങ്കിലും ബാദുഷയാണെങ്കിലും ആരൊക്കെ ആണെങ്കിലും കാശ് മേടിച്ചിട്ടുണ്ടോ അത് കൊടുത്തിരിക്കണം.